ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന കുരുമുളകിൻ്റെ ഇലയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ഇല വെച്ചിട്ടുള്ള ടിപ്സിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പാണിത്. ഇന്നത്തെ വീഡിയോയിൽ 4 ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം വിറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ വിറ്റ്സിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വിറ്റ്സ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു തീപ്പെട്ടിയുടെ കമ്പ് എടുത്താലും മതി കേട്ടോ. അത് കുറച്ചെടുത്തതിന് ശേഷം നേരെ പാത്രത്തിലേക്ക് കമ്പോടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സായി വരട്ടെ. ആ സമയത്തേക്ക് നമുക്കിനി അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് ഇട്ട് നമ്മൾ വിറ്റ്സ് അതുകൊണ്ട് തിളച്ച വെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് മിക്സാവും. അപ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ ഇലയാണ്. അപ്പോൾ ഇതേ കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വേണ്ട ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു ഇലയുടെ പകുതിയോ ഒക്കെ നിങ്ങൾ എടുത്താൽ മതിയേ. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുരുമുളകിൻ്റെ ഇല കുറച്ച് കൂടുതലെടുത്ത് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന പേരയുടെ ഇലയാണ്. അപ്പോൾ ഇതേ പേര ഇല കുറച്ചെടുത്തിട്ട് നമുക്കത് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഈ പേരയിലോടൊപ്പം തന്നെ നമുക്ക് കുരുമുളകിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ചതച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇത് കണ്ടോ. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും പേരയില കുറച്ച് തളിരില എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് നമ്മുടെ കുരുമുളകിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് രണ്ടും കൂടി ചതച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചതച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, വിക്സൊക്കെ ചേർത്ത് ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഇലയും കൂടി മിക്സാക്കി കൊടുക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു 3-4 പേരയുടെ പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ ഇല ഒരെണ്ണം മതി കേട്ടോ. അത്ര എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ വെള്ളം കൂടി ഞാൻ അതിനകത്ത് നിന്ന് കൂടി കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റണം. ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ചെയ്യാം, ഇതെല്ലാം കൂടി ക്രഷ് ചെയ്ത് തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം ആയാലും ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ വിക്സ് ചേർത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ടിപ്പിനായിട്ട് കുറച്ച് ഇല ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇടികലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുവാണേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ചതച്ചതിന് ശേഷം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ. ഒരു ഇല അത്രയൊക്കെ മതി കേട്ടോ, കുറേയൊന്നും വേണ്ട. ചതച്ച സാധനങ്ങൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് വേസ്റ്റാക്കി കളയണം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഗുണമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ ടിപ്പ് നമ്മൾ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇല ചതച്ചത് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് റോഡ് സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്, ആ വീട്ടുകാരോടൊന്ന് ചോദിച്ചിട്ട് 2 ഇല തരുമോ എന്ന് ചോദിച്ചാൽ ആരായാലും തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ടിപ്പ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു കുരുമുളകൊക്കെ നമ്മൾ വീട്ടിൽ മേടിച്ച് വെച്ച് പിടിപ്പിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതേ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് അരിപ്പ കൊണ്ട് ഞാൻ അരിച്ചാദ്യം മാറ്റുവാണ് കേട്ടോ. അരിച്ചിങ്ങനെ മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോണ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുത്താൽ അത് ഡെറ്റോളാണ്. അപ്പോൾ അരിച്ച് മാറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെറ്റോൾ ഒഴിച്ചതിന് ശേഷം പിന്നെ അരിക്കാൻ നിൽക്കണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ നേരത്തെ വിക്സ് വെച്ചിട്ട് ചെയ്ത ടിപ്പിൽ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെ തുരത്താൻ സാധിക്കുന്നതേ കണ്ടോ. നന്നായിട്ട് ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുവാണ് കണ്ടോ. ഇത് നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കിടിലനാണ് കേട്ടോ. അടിപൊളി ടിപ്പാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ ഇല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇല വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇടികല്ലിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുക. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്നതൊന്നും എടുത്തിട്ടൊരിക്കലും നമ്മൾ ടിപ്സ് ഉണ്ടാക്കരുത്. കാരണം അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഈ ചതച്ചിരിക്കുന്നതിനെ ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണേ. അപ്പോൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഉണങ്ങിയതോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപയോഗിച്ചാൽ ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചതച്ച കുരുമുളകിൻ്റെ ഇല ഞാൻ ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ ചേർക്കുന്ന വെള്ളം അത്യാവശ്യം തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ തണുത്തതിന് ശേഷം മാത്രമേ ടിപ്പെല്ലാം ചെയ്താലും തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്കൊക്കെ ഒഴിക്കാവുള്ളൂ കേട്ടോ.
അപ്പോൾ ദേ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി പാത്രത്തിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ള സാധനം എന്ന് പറയുന്നത് ഉപ്പാണ്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല തിളച്ച വെള്ളം തന്നെയാണ്. അപ്പോൾ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോണ സാധനം എന്ന് പറഞ്ഞാൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഒരു അല്പം മാത്രം മതി കേട്ടോ. സൈഡിലോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയേ. ഇത് കണ്ടോ, നന്നായിട്ടിത് മിക്സാക്കി എടുക്കുന്നുണ്ട് സൈഡിൽ നിന്നൊക്കെ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലായിടവും മിക്സായി കിട്ടും. അപ്പോൾ ഈ ഒരു കൂട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇത് പേസ്റ്റും അതുപോലെ ഇലയും ഒക്കെ കൂടെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ സോൾട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അരിപ്പ വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് പകർത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ. അതിൻ്റെ കളറൊക്കെ കണ്ടോ, മാറിയത് കണ്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീടിനകത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 4ാമത്തെ ടിപ്പിലേക്കാണ് പോണേ. ഈ ഇല എടുക്കില്ലേ, ഈ ഇല നന്നായിട്ട് ചതച്ചോ അല്ലെങ്കിൽ ഒന്ന് പിച്ചി കീറിയായിട്ടാലും ഒരു പാത്രത്തിലിട്ട് വെച്ചാലും നമ്മുടെ പല്ലിയുടെ ശല്യം കുറയും കേട്ടോ. അടുത്തതായിട്ട് നമ്മളിത് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. 4ാമത്തെ ടിപ്പിനായിട്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഇടികളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 തണ്ട് കറിവേപ്പിലയൊക്കെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ ഇലയും കൂടിയാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇടികളിലേക്ക് പിച്ചിക്കേരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ ചതച്ചെടുക്കണേ. അപ്പോൾ ഇത് കുറച്ച് മതി കേട്ടോ. കുരുമുളകിൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആവുന്നവരെ ചതച്ചെടുക്കുക. നന്നായിട്ട് ചതച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ട ഒരു അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും കൂടിയാണ്. അപ്പോൾ വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടാം. അതും കൂടി ഇട്ടിട്ട് തോടൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ 2 എണ്ണം കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഇടിച്ചെടുക്കുകയാണെങ്കിൽ 3ഉം കൂടി നല്ല രീതിയിൽ മിക്സായി കിട്ടും. അപ്പോൾ ദേ ഇത് കണ്ടോ, 2 അല്ലി എടുക്കുന്നുള്ളൂ. ഭയങ്കര പാടിനകത്തൊന്ന് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടി നല്ല രീതിയിൽ ചതച്ച് പറിച്ചെടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇത് 3ഉം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് ചതഞ്ഞിട്ട്. പിന്നെ തളിരിലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന കറിവേപ്പിലയുടെ നാടൻ കറിവേപ്പിലയാണ്, അതുകൊണ്ടാണ് അങ്ങനെ തളിരില ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാവേ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സുകളെല്ലാം പല്ലുകളെ കംപ്ലീറ്റ് ആയിട്ട് വീടുകളിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു ബോട്ടിലാക്കിയിട്ട് എവിടെയാണ് കൂടുതലായിട്ട് പല്ലുശല്യം കാണുന്നത് അങ്ങനെ വേണം കേട്ടോ. സ്പ്രേ പോലെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് പല്ലുകളെ വീടിൽ നിന്ന് തുരത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ ചതച്ച എല്ലാം കൂടി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ളതോ തിളച്ചായ വെള്ളം വേണം കേട്ടോ ഇനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഈ ടിപ്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന റിസൾട്ടൊക്കെ 100% കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കണ്ടോ. ഈ ഒരൊറ്റൊരു മിക്സ് നമുക്കിനി അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കുന്ന ടിപ്സുകളൊക്കെ ഞാൻ അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാതെ പിന്നീടത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടരും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.